പുതിയൊരു സർക്കാർ വരുമ്പം ഉള്ള വേറൊരു കൺസേൺ കണ്ടിന്യൂറ്റി, അതായത് ഈ സർക്കാർ എടുത്ത പല പോളിസീസും കണ്ടിന്യൂറ്റി ഉണ്ടാകുമോ എന്നുള്ള ഒരു ആസ് എൻ ഇൻവെസ്റ്റർ. അപ്പം അതിനകത്ത് ഒന്നാണ് ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനെ ഇപ്പം ഈ ഗവൺമെന്റ് പ്രൈവറ്റ് ആൻഡ് ഫോറിൻ യൂണിവേഴ്സിറ്റീസ്, പിന്നെ ഈ സർക്കാരിന്റെ അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഇതാണ് കിഫ്ബി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇതിന്റെയൊക്കെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും? ഞങ്ങളിപ്പോൾ യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിലേക്ക് ഞങ്ങളല്ലേ ഇത് ആദ്യം കൊണ്ടുവരാൻ പോയപ്പോൾ ഇവർ സമരം ചെയ്ത് TP ശ്രീനിവാസൻ്റെ മുഖത്തടിച്ചത് ഇവരാണിപ്പോൾ ഇത് വലിയ കൊട്ടിഘോഷിച്ച് ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. പക്ഷെ അവരുടെ ആ ബില്ലിൽ കുറച്ച് അമെൻമെൻറ്റ്സ് വരുത്തണം. അവർ 25 കോടി രൂപ 50 ഏക്കറോ എന്നാണ് പറയുന്നത്. ഏത് കച്ചവടക്കാരനും വന്ന് വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകും. അതിൻ്റെ ഫീസും ഒക്കെ കുട്ടികളുടെ മീതായിരിക്കും. നമ്മൾ കുറേ കൂടി പ്രാക്ടിക്കൽ സൈഡായിട്ട് ആലോചിച്ചിട്ട് കുറച്ച് അമെൻമെൻറ്റ്സ് അതിൻ്റെ അകത്ത് നടത്തണം. യൂണിവേഴ്സിറ്റികൾ വരുന്നതിനും നമുക്കെതിരല്ല. പക്ഷേ യൂണിവേഴ്സിറ്റികൾ ഡീംഡ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് കൊടുക്കണം, നല്ല യൂണിവേഴ്സിറ്റി ഉണ്ടാകണം, നല്ല കോഴ്സുകൾ ഉണ്ടാകണം. അപ്പോൾ അത് നമ്മളൊന്ന് റീസ്ട്രക്ചർ ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് തിങ്, കിഫ്ബി എന്ന് പറയുന്നത് ഞങ്ങൾ തുടക്കത്തിലെ തന്നെ എതിർത്തൊരു സംഭവമാണ്. കാരണം അത് എക്സ്ട്രാ ബഡ്ജറ്ററി സിസ്റ്റമാണ്. ദാറ്റ് ഫെയിൽഡ് ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ്. ബിക്കോസ് നമ്മളത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷന് എതിരാണ്. ഔട്ട്സൈഡ് ബഡ്ജറ്റ് വാങ്ങിച്ചാൽ ഇവരുടെ കാൽക്കുലേഷൻ എന്തായിരുന്നു? FRBM ആക്ടിൻ്റെ ലിമിറ്റിൽ അത് വരില്ല എന്നാണ്. അപ്പം ഞാനാണ് ഈ കിഫ്ബി ആക്ട് കൊണ്ടുവന്നപ്പോൾ ലീഗൽ ഒബ്ജെക്ഷൻ ഐ ആർഗ്യൂഡ് ജസ്റ്റ് ലൈക്ക് കോർട്ട് ചെയ്യുന്ന പോലെ പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു പ്രധാന പോയിന്റ്, ദിസ് ഈസ് വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ. യു കനോട്ട്, ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഈസ് നോട്ട് കോമ്പിറ്റന്റ് ടു മേക്ക് എ ലെജിസ്ലേഷൻ ഫോർ ആൻ എക്സ്ട്രാ ഔട്ട്സൈഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് നമ്മളത് നമുക്കത് നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന കടം സോവറിൻ ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റാണ്. നാളെ നമ്മൾ വന്നിട്ട് ഞങ്ങൾക്ക് ആ കടം തരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. സ്റ്റേറ്റ് അതിൻ്റെ അകത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഒന്നുകൂടി സ്റ്റഡി ചെയ്ത് റീസ്ട്രക്ചർ ചെയ്യുക. അല്ല, കണ്ടിന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മോഡാണ് അതിൻ്റെ അകത്ത് ചെയ്യേണ്ടതെന്ന് പരിശോധിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ഓപ്പോസ് ചെയ്തൊരു പ്രൊജക്റ്റാണ് സിൽവർ ലൈൻ. ഇപ്പം ഈ ഗവൺമെന്റ് തന്നെ അവരുടെ മാനിഫെസ്റ്റോയിൽ സിൽവർ ലൈൻ മെൻഷൻ ചെയ്യുന്നില്ല. അവരത് ഉപേക്ഷിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഏത് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് കൊണ്ടുവന്നാലും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റാണ്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആ കമ്പോണൻറ്റ് കൂടി പരിഗണിച്ച് ചെയ്യാൻ പാടില്ല. വൈ വി ഒപ്പോസ്ഡ് സിൽവർ ലൈൻ? ബിക്കോസ് ഇറ്റ് വുഡ് ഹാവ് ബിൻ എ എൻവയൺമെൻറ്റ് ഡിസാസ്റ്റർ. കാരണം 300 കിലോമീറ്റേഴ്സ് 30 ഫീറ്റ് ഹൈറ്റിൽ എംബാങ്ക്മെൻറ്റാണ്. ബാക്കി 200 കിലോമീറ്റർ രണ്ട് സൈഡിലും മതിൽ കെട്ടുകയാണ്. ഇപ്പോൾ മഴ പെയ്യുമ്പോൾ അവിടെ ട്രെയിനല്ല ബോട്ടാണ് ഓടിക്കേണ്ടിയിരുന്നത്. കേരളത്തിൻ്റെ ജോഗ്രഫി തന്നെ സ്ലോപ്പാണ്, മഴ പെയ്ത് ഒഴുകി പോകുന്നത്. അപ്പോൾ അതൊന്നും പഠിക്കാതെ ആണ് അവർ അതെല്ലാം തയ്യാറാക്കിയത്. അവർക്ക് തന്നെ ഉപേക്ഷിക്കണം. ഒട്ടും പ്രാക്ടിക്കലായിരുന്നൊരു പ്രോജക്റ്റ് അല്ല. പക്ഷേ നമുക്ക് ഹൈ സ്പീഡ് വേണം. ഹൈ സ്പീഡിന് ഞങ്ങൾക്കുള്ള സജഷൻ എല്ലാ കേഴ്സും സ്ട്രെയിറ്റൻ ചെയ്യണം. പിന്നെ എക്സിസ്റ്റിംഗ് ലൈൻ ഉണ്ട്, അതിനോട് വേണമെങ്കിൽ അതിനോട് ചേർന്ന് ലൈൻ ഉണ്ടാക്കാം. കുറച്ചുകൂടി വേണമെങ്കിൽ ഭൂമി അത്യാവശ്യം വേണമെങ്കിൽ അക്വയർ ചെയ്യാം. കാരണം ഭൂമി ഇല്ല കേരളത്തിൽ. അപ്പോൾ അതുകൂടി ചെയ്തുകൊണ്ട് നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങളുടെ കാര്യം. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ഒരു ഡെവലപ്മെന്റ് പ്രോജക്ട്സ് ഇപ്പം വയനാട് തുരങ്ക പദ്ധതി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോജക്ട്സ് ഒക്കെ VDSന്റെ വന്നു കഴിയുമ്പോൾ അതിന് സ്ട്രോങ് ആയിട്ട് ഓപ്പോസിഷൻ വരും. അതുകൊണ്ട് ഒരു ഡെവലപ്മെന്റ് പ്രോജക്റ്റ് വരാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഞങ്ങൾ അങ്ങനെയല്ല ചെയ്തത്. ഞങ്ങൾ സിൽവർ ലൈൻ വന്നപ്പോൾ ഞങ്ങൾ ഫിനാൻഷ്യൽ എക്സ്പേർട്സ്, റെയിൽവേ എക്സ്പേർട്സ്, എൻവയോൺമെൻറ്റ് എക്സ്പേർട്സ് അവരുമായിട്ട് ഞങ്ങൾ ഇൻട്രാക്ഷൻ നടത്തി ഒരാഴ്ച, 1 വീക്ക്. ദെൻ ഓൺലി വി പ്രിപ്പയർഡ് എ ഡോക്യുമെൻറ്റ്. ഞങ്ങൾ ഇതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് പറഞ്ഞത്. ഇപ്പോൾ കേരളം മുഴുവൻ എഗ്രി ചെയ്തല്ല, അത് ശരിയായിരുന്നു ഒന്ന്. വയനാട് തുരങ്കം വന്നപ്പോൾ ഞാൻ ഒപ്പോസ് ചെയ്തല്ല. എൻവയൺമെൻറ്റ് ഇമ്പാക്റ്റ് സ്റ്റഡി നടത്താതെ വയനാട് തുരങ്കം ചെയ്യാൻ സമ്മതിക്കില്ലെന്നാണ്. നിങ്ങൾക്കറിയാലോ വെസ്റ്റേൺ ഗാർഡ്സ് എത്ര സെൻസിറ്റീവാണ്. ഇപ്പോൾ ഉണ്ടായിരുന്ന വിവാദം എന്താ? ലാൻഡ് സ്ലൈഡ് ഉണ്ടായതാണ്. നിങ്ങളൊരു എൻവയൺമെൻറ്റ് ഇമ്പാക്റ്റ് സ്റ്റഡി നടത്താതെ ഒരു ടണൽ വെസ്റ്റേൺ ഗാർഡ്സിൽ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ചെയ്യാമോ? അപ്പോൾ അത് ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ദെൻ ഓക്കെ എന്ന് പറഞ്ഞു. നമ്മളതിനെ ഒപ്പോസ് ചെയ്തൊന്നുമില്ല. പക്ഷേ ക്ലൈമറ്റ് ചേഞ്ചും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും ഇല്ലാതെ കേരളം അത്ര സെൻസിറ്റീവാണ് അല്ലേ? നമ്മളിതിനൊക്കെ
വളം വെച്ച് കൊടുക്കാമോ, എല്ലാത്തിനും സമ്മതിക്കാമോ? ഞങ്ങളൊരു ഡെവലപ്മെൻറ്റിനെതിരില്ല. ഞങ്ങളല്ലേ ഈ മേജർ കൊച്ചി മെട്രോ കൊണ്ടുവന്ന ഞങ്ങളാണ്, കണ്ണൂർ എയർപോർട്ട് കൊണ്ടുവന്ന ഞങ്ങളാണ്, വിഴിഞ്ഞം പോർട്ട് കൊണ്ടുവന്നത്. വിഴിഞ്ഞം പോർട്ട് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു പോർട്ട് വരണം, അത് ആവശ്യമാണ്. അതോടൊപ്പം ഡെവലപ്മെൻറ്റ് വിക്ടിംസ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം. എവിടെ ഡെവലപ്മെൻ്റ് ആണെന്നാലും അവിടെ വിക്ടിംസ് ഉണ്ടാവും. മനുഷ്യത്വരഹിതമായിട്ടുള്ള എന്ത് ഡെവലപ്മെൻറ്റാണ്? ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളെ നിങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ് നിങ്ങൾ എന്ത് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരികയാണ്? ഒരു പ്രദേശത്തൊരു ഡെവലപ്മെൻ്റ് ഉണ്ടായാൽ ആ പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ ലൈഫ് സ്റ്റാൻഡേർഡിൽ, ലിവിങ് സ്റ്റാൻഡേർഡിലൊരു വർധനമുണ്ടാവണ്ടേ? അതല്ലേ ഡെവലപ്മെൻറ്റ്. അല്ലാതെ നിങ്ങൾ ഒരുപാട് കെട്ടിടങ്ങളും ബിൽഡിങ്ങും ഉണ്ടാക്കി വെച്ചിട്ട് ഇതാണ് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ തെരുവിലേക്ക് സ്ലമ്മിലേക്ക് ഇറക്കി വിട്ടിട്ട് എന്ത് ഡെവലപ്മെൻറ്റാണ്? UDF പറയുന്ന മറ്റൊരു സംഭവം 5 ലക്ഷം വീടുകൾ 5 ലക്ഷം വീടുകൾ കൊടുക്കും പറയുന്നു. ലൈഫ് മിഷൻ പ്രകാരം LDF 5 ലക്ഷം വീട് കൊടുക്കും. നമ്മളുടെ ഈ 5 ലക്ഷം എന്ന് പറയുന്നത് ഇറ്റ്സ് ഔട്ട്സൈഡ് ലൈഫ് മിഷൻ. ഞാൻ പറയാം, അതിനകത്ത് LDFൻ്റെ ക്യാമ്പയിനാണ്. LDF 2016 5 ലക്ഷം വീട് പറഞ്ഞത്. 10 കൊല്ലം കൊണ്ടാണ് 5 ലക്ഷം വീട് പണിത്. UDF 2011 തൊട്ട് 16 വരെ 4,43,000 വീടാണ് പണിത്. 50,000 വീട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആ സ്റ്റാർട്ട് ചെയ്ത വീടും കൂടി ഇവർ കൂട്ടിയിട്ടാണ് ഇവർക്ക് 5 ലക്ഷം. യഥാർത്ഥത്തിൽ ഇവർ 10 കൊല്ലം കൊണ്ട് പണിതത് 4.5 ലക്ഷം വീടും ഞങ്ങൾ 5 കൊല്ലം കൊണ്ട് പണിതത് 5 ലക്ഷം വീടുമാണ്. ഇവരുടെ ഒരു ക്യാമ്പയിൻ്റെ ഇതാണ് യഥാർത്ഥത്തിൽ ലൈഫ് മിഷന് ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ പട്ടികജാതിക്കാർക്ക്, പട്ടികവർഗക്കാർക്ക്, മത്സ്യത്തൊഴിലാളികൾക്കുള്ള പ്രോജക്റ്റ് കൂടി ഇതിൻ്റെ അകത്ത് പെടുത്തി. അപ്പോൾ അവരുടെ വീടുകൾ ഉണ്ടാക്കുന്നത് ഗണ്യമായി കുറഞ്ഞു, ജനറലിലേക്ക് വന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്കും പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും സെപ്പറേറ്റ് സ്കീമാണ്. പുറത്തുള്ള സ്കീമാണ്. ഈ ലൈഫിൻ്റെ സ്കീമല്ല. 5 ലക്ഷത്തിന് പുറത്തല്ല, ലൈഫിൻ്റെ സ്കീമിന് പുറത്ത്. ലൈഫിൻ്റെ സ്കീം വന്നപ്പോഴാണ് അവരുടെ ഏറ്റവും ബാക്ക്വേർഡായിട്ടുള്ള അവരുടെ വീടിൻ്റെ നിർമ്മാണത്തിൻ്റെ എണ്ണം ഭയങ്കരമായി കുറഞ്ഞു. അപ്പോൾ അവരെ പ്രത്യേകമായി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് ഹൗസിംഗ് സിസ്റ്റം ഒന്ന് റീസ്ട്രക്ചർ ചെയ്യും. ഞാൻ പറയാം, ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേരള പൊളിറ്റിക്സ്. ഈ ജമാഅത്ത് ഇസ്ലാമി ഒരു പാർട്ടി ഉണ്ടാക്കി, വെൽഫെയർ പാർട്ടി. ആ വെൽഫെയർ പാർട്ടി 2019 ഓൺവേഴ്സ് അവർ നാഷണൽ ഇതെല്ലാം വെച്ചുകൊണ്ട് കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്തു. കോൺഗ്രസ് ഉള്ള മുന്നണി അവർ തമിഴ്നാട്ടിൽ CPM അടക്കമുള്ള ഇന്ത്യ മുന്നണിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. CPM നേതാക്കൾ MP-മാരായവർ അവരെയും കൂടി സപ്പോർട്ട് കൊടുക്കുക. അപ്പം ഞങ്ങൾ ആ സപ്പോർട്ട് എതിർത്ത് പറഞ്ഞില്ല. ദേ ആർ നോട്ട് ദ പാർട്ട് ഓഫ് UDF. അവർ അസോസിയേറ്റ് അല്ല, ഒന്നുമല്ല. UDFന് ഔട്ട്സൈഡ് നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്തതാണ്. ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്തു. ഇൻട്രസ്റ്റിംഗ്ലി CPM അതിനെ ഒപ്പോസ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 4 decades ആയിട്ട് CPM-ഉം ജമാഅത്ത് ഇസ്ലാമിയും തമ്മിൽ ബന്ധമുണ്ട്. ജമാഅത്ത് ഇസ്ലാമി കംപ്ലീറ്റ്, ഇപ്പം ഞാൻ 5 ഇലക്ഷൻ മത്സരിച്ചപ്പോൾ 5 ഇലക്ഷൻ എന്നെ ഒപ്പോസ് ചെയ്തവരാണ്. കാരണം LDFനായിരുന്നു സപ്പോർട്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, LDFനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ സെക്കുലറും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കമ്മ്യൂണലും ആകണം എങ്ങനെയെന്ന് ചോദിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഒരിക്കലും അവരുമായിട്ട് ബന്ധം ഉണ്ടായിട്ടില്ല എന്ന്. ദെൻ ഐ പ്രൊഡ്യൂസ്ഡ് എ വീഡിയോ ക്ലിപ്പ് that he was welcoming as a party secretary. He was welcoming the support of the Jamaat Islami. That was the thing. Now the interesting question is, SDPI LDFനെ സപ്പോർട്ട് ചെയ്തു, PDP LDFനെ സപ്പോർട്ട് ചെയ്തു. SDPIയെ കുറിച്ച് 24th പാർട്ടി കോൺഗ്രസ്സിൽ എൻ്റെ കയ്യിലുണ്ട് എഴുതിയിരിക്കുന്നത് എക്സ്ട്രീം ഔട്ട്ഫിറ്റാണ്, എക്സ്ട്രീം ഫോഴ്സാണെന്ന്. അപ്പോൾ ഹൗ ക്യാൻ ദേ റിസീവ് ദ സപ്പോർട്ട് ഓഫ് an extreme outfit? പാർട്ടി കോൺഗ്രസ്സിൽ പറഞ്ഞിരിക്കുന്ന PDP ഓൾസോ അറിയാമല്ലോ, PDP ആണ്. അവർ രണ്ടുപേരും സപ്പോർട്ട് അവർ മേടിക്കുക. അപ്പോൾ അവർ വാങ്ങിക്കുമ്പോൾ ഇവർക്ക് കുഴപ്പമില്ല എന്നാണ് അവർ പറയുന്നത്. ഒരു ഓപ്പർച്യൂണിസ്റ്റിക് അപ്രോച്ചാണ്. CPM RSSുമായിട്ട് ഡീലുണ്ടാക്കി. കാരണം സംഘപരിവാറിൻ്റെ അജണ്ട കോൺഗ്രസ് മുക്ത ഭാരതമാണ്. അപ്പോൾ ഞാനാണ് ആ ഡീലുണ്ടായെന്ന് പറഞ്ഞത്. കാരണം അതിൻ്റെ എക്സാമ്പിൾ പാലക്കാട് ഞങ്ങൾ ജയിച്ച സീറ്റാണ്, 18,000 വോട്ട്സിന്. അവിടെ സെക്കൻഡ് BJP ആണ്, വൾണറബിൾ തേർഡാണ് CPM-ന്. അവരവിടെ UDFൻ്റെ കാൻഡിഡേറ്റിനെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ട കാൻഡിഡേറ്റിനെ നിർത്തി. അതിന് പകരം BJP ചെയ്തത്, BJP സ്റ്റേറ്റ് പ്രസിഡന്റ് ഒരു A ക്ലാസ് സീറ്റിലാണ് മത്സരിച്ചത്, കോന്നി. ഹീ ഗോട്ട് 32,000 വോട്ട്സ്. ഇറ്റ്സ് എ ബിഗ് വോട്ട് ഫോർ BJP ഇൻ കേരള. ആ സീറ്റ് ഇവർ ഇറലവൻ്റ് ആയിട്ടുള്ള ഒരു കോയലിഷൻ പാർട്ട്ണർക്ക് കൊടുത്തു. ശബരിമല ഇരിക്കുന്ന റാന്നി
ആ പത്തനംതിട്ടയിൽ പോലും ഇല്ലാത്ത ഒരു പാർട്ടി 2020 കൊടുത്തു. എന്നിട്ട് അവരുടെ കാൻഡിഡേറ്റ് പറയുകയാണ് ശബരിമല ഇഷ്യൂവിൽ ഞങ്ങൾ ഗവൺമെൻറ്റിനെതിരല്ലെന്ന്. അപ്പോൾ ഇത് ഇവർ തമ്മിലുള്ള ഡീലാണ്.